മോർണിംഗ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാർഡിനൽ യൂട്ടിലിറ്റി തിയറീസ് ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ന്യൂമറിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. But in the case of ordinal utility analysis, utility is measured qualitatively, not in quantitative way. അപ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കലി അല്ല, ജസ്റ്റ് റാങ്കിങ് ആണ് ഇവിടെ വന്നത്. റാങ്കിങ് ഓരോ പൊസിഷൻ, ഫസ്റ്റ് യൂട്ടിലിറ്റി, സെക്കൻഡ് യൂട്ടിലിറ്റി, തേർഡ് യൂട്ടിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിങ് അത് കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ആണ്. കാർഡിനൽ യൂട്ടിലിറ്റിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ വന്നിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, അതിൻ്റെ അകത്തുള്ള തിയറീസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഓർഡിനൽ യൂട്ടിലിറ്റി ഈസ് എ റാങ്കിങ് ഓഫ് യൂട്ടിലിറ്റി റിസീവ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഫ്രം കൺസ്യൂമിങ് എ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്. ഒരു നിശ്ചിത ക്വാണ്ടിറ്റി കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യും. ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലേ എത്രയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഇതിൽ വരുമ്പോൾ എത്ര പൊസിഷനിലെത്തി, സെക്കൻഡ് രണ്ടാമത്തെ യൂട്ടിലിറ്റി ഏത് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോഴാണ് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടിയത്, അതിൻ്റെ ഒരു റാങ്കിങ് ആണ്. അപ്പോൾ ഒരു 10 പ്രോഡക്റ്റുകൾ വെച്ചു. അപ്പോൾ 10 പ്രോഡക്റ്റിൽ ഫസ്റ്റ് യൂട്ടിലിറ്റി ഇതിന്, സെക്കൻഡ് യൂട്ടിലിറ്റി അടുത്തത്, തേർഡ് യൂട്ടിലിറ്റി നെക്സ്റ്റ് പ്രോഡക്റ്റ്, ആ രീതിയിലുള്ള ഒരു റാങ്കിങ് കുറച്ചുകൂടി ഒരു ക്വാളിറ്റേറ്റീവ്. ഇതൊരു ഇൻട്രോസ്പെക്റ്റീവ് കൺസെപ്റ്റ്. നമ്മൾ ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ, അത് ദാറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ന്യൂമറിക്കലി അത് ഒരിക്കലും മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് വി ക്യാൻ റാങ്ക് ഫസ്റ്റ്, സെക്കൻഡ് ചോയ്സ്, തേർഡ് ചോയ്സ്, ഫോർത്ത് ചോയ്സ്, അങ്ങനെ റാങ്കിങ് നമുക്ക് നടക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ് ഇതിൻ്റെ അകത്ത് ഓർഡിനൽ യൂട്ടിലിറ്റിക്കകത്ത് നമ്മൾ പറയുന്നത്. So therefore we can say utility is explained without any numerical values. അപ്പോൾ അതാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയും ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ക്യൂ മാർജിനൽ യൂട്ടിലിറ്റി. പക്ഷെ ഇവിടെ ഇതിൽ മെയിൻ തിയറി എന്ന് പറയുന്നത് indifference curve analysis, and this concept was this theory was model was developed originally by Edgeworth. Then later it was modified by Italian statistician called Vilfredo Pareto. He is generally known as the father of modern microeconomics. Vilfredo Pareto, അദ്ദേഹത്തെയാണ് നമ്മൾ മോഡേൺ മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം കുറെ പിന്നെ വളരെ പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയ എന്നൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു വെൽഫെയർ മാക്സിമൈസേഷൻ എങ്ങനെ പോസിബിൾ ആവും എന്നൊക്കെ അതിനെ കുറിച്ചുള്ള പറയുന്നതാണ്. പിന്നീട് ദിസ് വാസ് ഡെവലപ്ഡ് ഇൻ ദ പ്രസന്റ് ഫോം ബൈ JR Hicks and RGD Allen, and later by Paul A. Samuelson. And this indifference curve analysis also known as Hicks-Allen indifference curve analysis, because this ordinal utility analysis or the indifference curve analysis made as a theoretical background was given, or a structure was given to this concept by two economists like Hicks and Allen, and therefore it is known as Hicks-Allen indifference curve analysis. കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ചിലപ്പം എക്സാമിനൊക്കെ ചോദിക്കാം കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്നായിരിക്കും. അപ്പോൾ അത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഒരു ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ്. അപ്പോൾ അതിൽ നോർമലി ഇറ്റ് ഈസ് എ ജോമെട്രിക്കൽ ഡിവൈസ് ഇൻവെന്റഡ് ബൈ ഫേമസ് ബ്രിട്ടീഷ് എക്കണോമിക്സ് എഡ്ജ്വർത്ത്. അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത്. Later it was modified by this concept was developed, further modified by Vilfredo Pareto. Then it was popularized by British economists like RGD Allen and John
ആർ ഹിക്സ്, ജെ ആർ ഹിക്സ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ജെ ആർ ഹിക്സ് അലൻ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, comparing with the Marshallian utility analysis based on cardinal analysis, the ordinal analysis or indifference curve analysis is based on a scale of preference. Scale of preference എന്ന് പറയുന്നത് റാങ്കിങ് ആണ്. പ്രിഫറൻസ് സ്കെയിൽ ചെയ്യുക അല്ലെ റാങ്ക് ചെയ്യുക നമ്മൾ ഇതിനകത്ത് ചെയ്യും. ഓരോ കമ്മോഡിറ്റിക്കുള്ള പ്രിഫറൻസ് റാങ്ക് ചെയ്യുക. ഓക്കെ, നൗ ലെറ്റ്സ് കം ടു ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആൻഡ് ഇറ്റ്സ് അസംപ്ഷൻസ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസിന്റെ ഒന്നാമത്തെ ഒരു അസംപ്ഷൻ എന്ന് പറയുന്നത് റാഷണാലിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കാർഡിനൽ അനാലിസിസിന് നമ്മൾ പറഞ്ഞു റാഷണാലിറ്റി കൺസെപ്റ്റ്. എവരി കൺസ്യൂമർ വാണ്ട്സ് ടു മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് വാട്ട് റാഷണാലിറ്റി മീൻസ്. ഒരു എല്ലാവരും എന്താണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്നതിനാണ് താല്പര്യം. Then utility is ordinal. That means cannot be numerically measured, can be only ranked. Then diminishing marginal rate of substitution. This is one of the important assumption of indifference curve analysis, which differentiate the ordinal analysis from cardinal one. അതിനെ കാർഡിനൽ ഓർഡിനൽ ഡിഫറൻസ് മെയിൻ ഒരു കൺസെപ്റ്റ് ആണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയുന്നുണ്ട്, ജസ്റ്റ് എന്താണെന്ന് ഇപ്പോൾ പറയാം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കമ്മോഡിറ്റി ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. സപ്പോസ് നമുക്ക് രണ്ട് ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങുവാനായിട്ട് ഓപ്ഷൻ, ആപ്പിൾ ആൻഡ് ഓറഞ്ച്. രണ്ടിനും കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ കൈവശം ഒരു 200 rupees ഉണ്ട്. കൂടുതൽ ആപ്പിൾ വാങ്ങിയാൽ നമ്മൾ എന്താണ് കുറച്ച് ഓറഞ്ച്, കുറച്ച് ഓറഞ്ച് വാങ്ങിയാൽ അല്ല കൂടുതൽ ഓറഞ്ച് വാങ്ങുന്ന കുറച്ച് ആപ്പിൾ വാങ്ങും. അപ്പം കൂടുതൽ ഓറഞ്ച് വാങ്ങണമെങ്കിൽ എന്ത് വേണം, നമ്മൾ കുറച്ച് ആപ്പിൾ വേണ്ടെന്ന് വെക്കണം. അപ്പൊ അങ്ങനെ വേണ്ടെന്ന് വെക്കപ്പെടുന്ന ആ റേറ്റിനെയാണ് നമ്മൾ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ റേറ്റ് അറ്റ് ഈസ് വൺ കമ്മോഡിറ്റി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ ആൻഡ് അത് ഡിമിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. It is because of the diminishing marginal rate of substitution the indifference curve got its shape as a convex to origin. അതൊക്കെ നമ്മൾ പിന്നീട് പറയാം. Okay, the next assumption, dependent utility. In cardinal analysis, the assumption was utility was considered as an independent concept. പക്ഷേ ordinarily ഇതിൽ അവർ പറഞ്ഞ utility derived from the consumption of one commodity also depends upon the utility derived from other commodity. മറ്റ് കമ്മോഡിറ്റികളുടെ യൂട്ടിലിറ്റി നമ്മുടെ യൂട്ടിലിറ്റിയെ, മറ്റ് കമ്മോഡിറ്റിയുടെ കൺസംഷൻ നമ്മുടെ യൂട്ടിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഒരു പർട്ടിക്കുലർ അത് ഇൻഡിപെൻഡന്റ് ആണ്, അല്ലാതെ ഡിപ്പെൻഡന്റ് ആണ്, അല്ലാതെ ഇൻഡിപെൻഡന്റ് അല്ല യൂട്ടിലിറ്റി എന്ന് പറയും. നമ്മുടെ ഒരു ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി മാത്രം കൺസ്യൂം ചെയ്യാം. ആപ്പിൾ ഓറഞ്ച് നമ്മൾ പറയും. ആപ്പിളിൽ നിന്നുള്ള യൂട്ടിലിറ്റി നമുക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ എന്താണ് കുറച്ച് ഓറഞ്ച് നമ്മൾ വേണ്ടെന്ന് വെക്കണം. അപ്പൊ അത് ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെ ഡിപ്പെൻഡന്റ് ആണ്, ഒരിക്കലും ഇൻഡിപെൻഡന്റ്. Then consumers preferences are transitive. Suppose there are three options A, B, C. If consumer prefer bundle A to B and B to C, then consumer must also prefer A to C. മനസ്സിലായി? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. 1, 2, 3 നമ്പേഴ്സ് ജസ്റ്റ് അസ്യൂം ചെയ്യാം. 3 2 കഴിഞ്ഞും വലുതാണ്, 2 1 കഴിഞ്ഞും വലുതാണ്. അപ്പം 3 1 കഴിഞ്ഞും വലുതാണ്. നമ്മൾ പറയാം 3 എന്ന് പറയുന്ന നമ്പർ 2 കഴിഞ്ഞും വലുതാണ്, 2 എന്ന് പറയുന്ന നമ്പർ 3 കഴിഞ്ഞും വലുതാണ്. അപ്പോൾ 3 must be greater than 1. അതാണ് ട്രാൻസിറ്റിവിറ്റി പറയുന്നത്. ഒരാൾ ഒരു ബണ്ടിൽ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ചോയ്സ് റിവീൽ ചെയ്യും. അപ്പം എയും ബിയും സി 3 ബണ്ടിലുണ്ട്. എയും ബിയും ഉള്ള സാഹചര്യത്തിൽ എ പ്രിഫർ ചെയ്യും, ബിയും സിയും ഉള്ള സാഹചര്യത്തിൽ ബി പ്രിഫർ ചെയ്യും. അപ്പൊ എയും സിയും ഉള്ള സാഹചര്യത്തിൽ ഹി മസ്റ്റ് പ്രിഫർ എ. Then another assumption is consistency axiom. എന്ന് വെച്ചാൽ the consumer will be consistent in his decision. Suppose when two options are available, two commodities are available, commodity A and commodity. If consumer prefer two bundles A and B, if consumer prefer bundle A to bundle B,
but in particular circumstances, in any other circumstances, he will never prefer B to C. Once he has chosen A over B, he will choose A always whenever B is available. മനസ്സിലായോ? ഇല്ല. അപ്പം രണ്ട് ഓപ്ഷൻസ് ആണ്, രണ്ട് ബണ്ടിൽ, എ എന്ന് പറയുന്ന ബണ്ടിലും ബി എന്ന് പറയുന്ന ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ് ഓഫ് കമ്മോഡിറ്റീസ്. എയും ബിയും ഉള്ള സാഹചര്യം ഉള്ളപ്പോൾ കൺസ്യൂമർ എ എന്ന് പറയുന്ന ബണ്ടിൽ ചൂസ് ചെയ്തു, പക്ഷെ ബി എന്ന ബണ്ടിലും അവൈലബിൾ, അപ്പൊ എ ചൂസ് ചെയ്തു. അപ്പൊ കൺസ്യൂമർ പ്രിഫർ എ ഓവർ ബി. ഇനി അങ്ങനെയാണെങ്കിൽ എയും ബിയും ഉള്ള മറ്റേത് സാഹചര്യം വന്നാൽ, ഇൻ എനി സർക്കംസ്റ്റാൻസസ് when these two bundles are available, a consumer will not choose B over A, will choose only A over B. അത് കൺസ്യൂമർ എപ്പോഴും ആ ഡിസിഷനിൽ കൺസിസ്റ്റന്റ് ആയി. ബി എയിനൊക്കെ കൺസ്യൂമറിനെ സംബന്ധിച്ച് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ബിയും എയും ഉള്ള ഏത് സാഹചര്യത്തിലും വന്നാലും കൺസ്യൂമർ എ ചൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു ഫിലിം കാണാൻ ഒരു പുതിയ റിലീസ് ചെയ്ത ഒരു ഫിലിം, നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള ഒരു നടന്റെയും ഒരു ഇല്ലാത്ത ഒരു നടന്റെയും, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം ആ ഇഷ്ടമുള്ള ആളുടെ ഫിലിം കാണുവാനായിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും താല്പര്യപ്പെടുക. ഇനിയിപ്പോ ഇഷ്ടമില്ലാത്ത ആളുടെ ഫിലിം എത്രയൊക്കെ നന്നായിട്ട് ഓടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ ഫിലിം കാണാനായിരിക്കും നിങ്ങൾ എനി സർക്കംസ്റ്റാൻസസിലും നിങ്ങൾ ആ ഇഷ്ടമുള്ള ആളുടെ ഫിലിം കാണുന്നതിന് വേണ്ടിയായിരിക്കും നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുക. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലാർജ് ബണ്ടിൽ ഓഫ് ഗുഡ് ഈസ് പ്രിഫേർഡ് ടു സ്മോളർ ബണ്ടിൽ ഓഫ് ഗുഡ്സ്. എന്ന് വെച്ചാൽ കൂടുതൽ ബണ്ടിൽ കമ്മോഡിറ്റീസ് ഉള്ളതായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക, കാരണം കൂടുതൽ യൂട്ടിലിറ്റി കിട്ടും. The consumers possess complete information about the market condition, about the price of the goods. Price, commodity price ne kurichittu complete information consumers ഉണ്ടായിരിക്കും. Then next assumption is there are only two commodities and prices of these commodities are constant. ഈ ordinal utility analysis is based on the assumption that there are only two commodities. രണ്ട് കമ്മോഡിറ്റീസ് മാത്രമേ ഉള്ളൂ എന്നുള്ള അസംപ്ഷൻ ബേസ്ഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അസംപ്ഷൻ ബേസ്ഡ് ആണ് ഈ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പ്രൈസസ് ഓഫ് ദീസ് കമ്മോഡിറ്റീസ് ആർ കോൺസ്റ്റന്റ്. അത് എപ്പോഴും ഫിക്സഡ് ആയിട്ട്, അത് മാറുന്നതായിരിക്കില്ല. ഇതാണ് മറ്റൊരു അസംപ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡ്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നുള്ളത് നിങ്ങൾ ചില ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടുവിൽ. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും ഇറ്റ്സ് ആൻ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ആൻഡ് നോർമലി ആൻ ഇൻഡിഫറൻസ് കർവ് ഷോസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ് ദാറ്റ് ഗീവ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു എ കൺസ്യൂമർ. അപ്പം രണ്ട് കമ്മോഡിറ്റിയുടെ പല കോമ്പിനേഷൻസ്, അതെന്താണ് ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. മറ്റൊരു രീതി പറഞ്ഞാൽ these are locus of combinations of commodities that gives an equal level of satisfaction to the consumer. Okay, since all the combinations of two commodities give same level of satisfaction, it is also known as ISO utility curve, equal utility curve എന്നൊക്കെ ഇതിനെ നമുക്ക് വിളിക്കാം, ഈ ഇൻഡിഫറൻസ് കർവിനെ. And normally an indifference curve moves downward from left to right, so slopes downward, and also it is convex to the origin, and it is negatively sloped convex to the origin. And this convexity and negative slope is because of the diminishing marginal rate of substitution. Okay, അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനൊരു ഡയഗ്രാം ഉപയോഗിച്ചു. ഇതാണ് നമ്മുടെ ഒരു ഇൻഡിഫറൻസ്. ഇവിടെ രണ്ട് കമ്മോഡിറ്റീസ് ആണ്, കമ്മോഡിറ്റി എക്സ് ആൻഡ് കമ്മോഡിറ്റി വൈ. Commodity X is marked on X-axis, commodity Y on Y-axis. X ഉം Y ഉം X-axis-ലും Y-axis-ലാണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ A നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ പോയിന്റ്സ്, എ ബി ബി സി ഡി. ഓക്കെ, 3 പോയിന്റ്സ് കാണാൻ പറ്റും. അപ്പൊ ഈ 3 പോയിന്റ്സ് റെപ്രസെന്റ് ചെയ്യണം
എ എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം വൈയും എത്രമാത്രം എക്സുമാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം വൈയും എത്രമാത്രം എക്സുമാണ്. സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം വൈ എത്രമാത്രം എക്സുമാണ്. ഡി എന്ന പോയിന്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം വൈ എത്രമാത്രം എക്സുമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ എക്സിന്റെയും വൈയുടെയും പല കോമ്പിനേഷനാണ് എ ബി സി ഡി എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ് എക്സ് ആൻഡ് വൈ ദാറ്റ് ഗിവ്സ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. ലോക്കസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ, എ ബി സി ഡി, അത് ദേ ആർ ദ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ദാറ്റ് ഗിവ്സ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഈ ഡയഗ്രത്തിൽ. ഏത് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്താലും അവിടെയെല്ലാം നമുക്ക് സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ്, ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ, സിൻസ് ഇറ്റ് ഈസ് ഗിവിംഗ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഓൾ ദ ബണ്ടിൽസ് ഗിവ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, therefore it is known as isoutility curve, equal utility curve എന്ന് ഇതിനെ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗിനുള്ള കാരണം, ഇപ്പം എക്സിന്റെ കൺസംഷൻ കൂട്ടണമെങ്കിൽ വൈയുടെ കൺസംഷൻ കുറയ്ക്കണം. ഇപ്പം എക്സ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ എന്താണ്, വൈയുടെ കൺസംഷൻ ഇവിടെ നിന്നും ഈ ഒരു പോയിന്റ് വരെ കുറയ്ക്കണം. അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് കൺസംഷൻ, ഈ വൈയുടെ എക്സിന്റെ കൺസംഷൻ കൂട്ടാം. That means in order to increase the consumption of one commodity, the consumption of other commodity has to be given up, or to be reduced. ഒന്നിന്റെ കൺസംഷൻ കുറച്ചാൽ മറ്റൊന്നിന്റെ കൂടും, ബിക്കോസ് ദ ഇൻകം ഈസ് ഗിവൺ ലിമിറ്റഡ് ആൻഡ് ഓൾസോ. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് റിസോഴ്സ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് 100 രൂപയുണ്ട്, നമ്മൾ ഈ എക്സും വൈയും വേണം. 1 കിലോ എക്സിന് 10 rupees, 1 കിലോ വൈക്ക് 20 rupees ആണ്. ഓക്കെ, അപ്പൊ മാക്സിമം എത്ര വൈ നമുക്ക് വാങ്ങാൻ പറ്റും? 20 rupees വെച്ച് 100 രൂപയ്ക്ക് 5 യൂണിറ്റ് വാങ്ങാം. 10 rupees വെച്ച് 100 രൂപയ്ക്ക് 10 യൂണിറ്റ് വാങ്ങാൻ പറ്റും. ആകെ അത്രയേ ഉള്ളൂ നമ്മുടെ ഇൻകം. അത് വെച്ച് എക്സിന്റെ കൂട്ടണമെങ്കിൽ വൈയുടെ കൺസംഷൻ കുറയ്ക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇൻവേഴ്സ്ലി സ്ലോപ്ഡ് ആണ്, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അതിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് വൺ കമ്മോഡിറ്റി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. എക്സിന് വൈക്ക് എക്സിന്റെ കൺസംഷൻ കൂട്ടുന്നതിന് വേണ്ടി എത്രമാത്രം വൈ വേണ്ടെന്ന് വെച്ചു, അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എക്സും വൈയും തമ്മിലുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദ റേറ്റ് അറ്റ് വിച്ച് എക്സ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ വൈ, അല്ലെ വൈ ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എക്സ്, ഓർ എക്സ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ വൈ. അതാണ് ഇതിൻ്റെ അകത്ത്. ആൻഡ് ദാറ്റ് ഡിമിനിഷസ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു ഡയഗ്രത്തിൽ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് 2 കമ്മോഡിറ്റിയുടെ പല കോമ്പിനേഷൻസ്. അത് എന്താ ചെയ്യുന്നത്? സെയിം യൂട്ടിലിറ്റി ആയിരിക്കും നമുക്ക് തരിക. Along this indifference curve, the utility will be same, ഒരേ സാറ്റിസ്ഫാക്ഷൻ. അപ്പം അതുകൊണ്ട് ഇതിന് എന്താ പറയാ? ഐസോ യൂട്ടിലിറ്റി കർവ് എന്ന് പറയാം. ഈ ഇൻഡിഫറൻസ് മാപ്പ്, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുമ്പോൾ a set of indifference curve is generally known as indifference map. ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവ്സിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് മാപ്പ്, there can be different indifference curves for individual. Normally, higher indifference curve shows higher level of satisfaction, and lower indifference curve shows lower level of satisfaction. മറ്റു രീതിയിൽ പറഞ്ഞാൽ, whenever the indifference curve moves away from the origin, ഒറിജിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ്, ഇവിടുന്ന് എത്രമാത്രം അകലെയാണോ അത്രയും കൂടുതലായിരിക്കും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ഈച്ച് ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ IC എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിനെ കഴിഞ്ഞ് കൂടുതലായിരിക്കും IC1 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൽ സാറ്റിസ്ഫാക്ഷൻ. ഇതിലും കൂടുതലായിരിക്കും IC2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൽ സാറ്റിസ്ഫാക്ഷൻ. അതിലും കൂടുതലായിരിക്കും IC3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിൽ സാറ്റിസ്ഫാക്ഷൻ. ഈ കേസിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് IC3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിലാണ്. IC എന്ന് പറയുമ്പോൾ ഇൻഡിഫറൻസ് കർവ്. അപ്പൊ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവ്സിനെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്.
A set of indifference curves or a collection of indifference curves is known as indifference norm. Okay. Then next, properties of indifference curve. ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിഫറൻസ് കർവ്സ് ആർ നെഗറ്റീവ്ലി സ്ലോപ്പ് ബിക്കോസ് ഓഫ് ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ആ ഒരു ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ് നെഗറ്റീവ്ലി സ്ലോപ്പ് ചെയ്തേക്കും. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. കണ്ടോ, ഒരു കോൺവെക്സ് ആണ്. കോൺവേവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഇത് കോൺവെക്സ് ആണ്. കോൺവെക്സ് ടു ദ ഒറിജിനിലേക്ക് കോൺവെക്സ് ഷേപ്പ് ആണ്. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നു. Then next, two indifference curve cannot intersect. രണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും നമുക്ക് ഇന്റർസെക്ട് ചെയ്യില്ല. ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് because two indifference curves shows different levels of satisfaction. Therefore they cannot intersect each other. ഒരിക്കലും അവ ഇന്റർസെക്ട് ചെയ്യില്ല. കാരണം രണ്ട് ഇൻഡിഫറൻസ് കർവും രണ്ട് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരിക്കലും ഒന്നാവില്ല. Then higher indifference curve shows higher level of satisfaction and lower indifference curve shows lower level of satisfaction. That is another property. Then another one is an indifference curve cannot touch either axis. ഇത് രണ്ട് ഒരിക്കലും ആക്സിസിൽ ടച്ച് ചെയ്യില്ല. അങ്ങനെ ടച്ച് ചെയ്യുന്ന റയർ കേസുകളേ ഉള്ളൂ. നോർമൽ കേസിൽ അത് ടച്ച് ചെയ്യില്ല. കാരണം സപ്പോസ് വി ആർ ഡ്രോയിങ് ആൻ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇറ്റ് ഈസ് ടച്ചിങ് വൺ ആക്സിസ്, വൈ ആക്സിൽ ടച്ച് ചെയ്യുന്നു. അപ്പം ഈ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ്. വൈ ആക്സിൽ ടച്ച് ചെയ്തതാണ് വൈയുടെ കൺസംഷൻ ഇവിടെ 0 ആണ്. അപ്പോൾ ഒരിക്കലും ഒരു കമ്മോഡിറ്റി കൺസംഷൻ 0 ആകില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇത് നെവർ ടച്ചസ് എനി ഓഫ് ദി ആക്സിസ്. Then two indifference curves are not necessarily parallel to each other. രണ്ട് ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ച പോലെ പാരലൽ ആണല്ലോ, ഒരേ ഡിസ്റ്റൻസ് ആണെന്നില്ല. ക്യാൻ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവ്, അതേപോലെ ഇങ്ങനെയും വരാം. സോറി, ഇതിന് പാരലാണ്. ചില കേസിൽ ഇങ്ങനെ വരാം, ചില കേസിൽ ഇങ്ങനെ വരാം. പാരലാകണമെന്നില്ല. അത് that happens because of the differences in the marginal rate of substitution. Marginal rate of substitution ഓരോ ഇൻഡിഫറൻസ് കർവിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ആ സ്ലോപ്പ് ഡിഫറെന്റ് ആയിട്ട് വരും. Then indifference curves are everywhere dense. That means between two indifference curves there can be numerous indifference curves. It is densely or it is the density of indifference curve is much high. That means it can be numerous indifference curve between two different indifference curves. Okay, well these are the various properties of ഒന്നാമത്തെ നെഗറ്റീവ്ലി സ്ലോപ്പ്, രണ്ടാമത്തെ കോൺവെക്സ് ടു ദി ഒറിജിൻ, മൂന്നാമത്തെ എവർ ഇന്റർസെക്ട്, നാലാമത്തെ ഹയർ ഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, അഞ്ചാമത്തെ the indifference curve doesn't touch any axis. Then two indifference curve not necessarily parallel to each other. Then it is densely distributed. Okay. അടുത്ത നമുക്ക് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് തീരുമാനിക്കുന്നത് ഈ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. It is because of the diminishing marginal rate of substitution, indifference curves are negatively sloped and convex to the origin. അത് ഈ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് അത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആയിട്ട് വരുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതിലേക്ക് നമുക്ക് പോകാം. The marginal rate of substitution is a rate at which one consumer is just willing to substitute one good for another. എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റിക്ക് പകരമായിട്ട് മറ്റൊരു കമ്മോഡിറ്റി വേണ്ടെന്ന് വെക്കപ്പെടുന്ന റേറ്റിനെയാണ്. ഒരു കമ്മോഡിറ്റിയുടെ കൺസംഷൻ കൂട്ടുന്നതിന് മറ്റൊരു കമ്മോഡിറ്റി നമ്മൾ കൺസംഷൻ കുറയ്ക്കുന്നു. അപ്പോൾ ആ വേണ്ടെന്ന് വെക്കപ്പെടുന്ന കമ്മോഡിറ്റിയുടെ അതിന്റെ ആ റേറ്റിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്.
ഒരു ടേബിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പം ഇതിനകത്ത് മറ്റൊരു രീതിയിൽ പറഞ്ഞേ, ഇൻ അതർ വേർഡ്സ്, one good that the consumer is willing to give up for the additional unit of another good while maintaining the same level of satisfaction or remaining on the same indifference curve diminishes. അപ്പൊ ആ നിരക്ക് കുറഞ്ഞു വരുന്നു. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ നിരക്ക് കുറഞ്ഞു വരുന്നു. അതാണ് നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, സപ്പോസ് there are two commodities, commodity X and commodity Y. ഇപ്പൊ നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ അത് നമ്മൾ ഇങ്ങനെ എഴുതും, MRS XY എന്നാണ് എഴുതുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, MRS XY. That refers to the amount of Y that the individual must is willing to exchange per unit of X and maintain the same level of satisfaction. ഒരു യൂണിറ്റ് എക്സിന്റെ കൺസംഷൻ കൂട്ടുന്നതിന് വേണ്ടി വേണ്ടെന്ന് വെക്കപ്പെടുന്ന വൈയുടെ അളവ്, അതിന്റെ നിരക്ക്. ഇവിടെ പറയാം, എക്സിന്റെ കൺസംഷൻ ഒരു യൂണിറ്റ് കൂടി കൂട്ടുന്നതിന് വേണ്ടി എത്രമാത്രം വൈ വേണ്ടെന്ന് വെക്കുന്നു, അതിന്റെ നിരക്കിനെയാണ് നമ്മൾ എന്ത് പറയും, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് ഡിമിനിഷ് ചെയ്യും. അതാണ് നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. And it is a marginal rate of substitution between the commodities X and Y that shows the absolute slope of the indifference curve. Indifference curve ന്റെ സ്ലോപ്പ് കാണിക്കുന്നത് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ അത് ഡിമിനിഷ് ചെയ്യുന്നതുകൊണ്ട് കോൺവെക്സിന്റെ ഒറിജിൻ ആയിട്ട് വരുന്നു. And this slope of the indifference curve is obtained by just like any other curve. It is obtained by dividing vertical distance divided by horizontal distance. വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് പറയാം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ടു കമ്മോഡിറ്റീസ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ചേഞ്ച് ഇൻ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, വെർട്ടിക്കൽ ആക്സിസ് നമ്മൾ എന്താ മെഷർ ചെയ്തേക്കുന്നത്, വൈ ആണ്. അപ്പൊ ഡെൽറ്റ വൈ മൈനസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്, വൈയുടെ അളവ് കുറയുകയാണ്, താഴെ ഡിക്രീസ് ചെയ്യണം, അതുകൊണ്ടാണ് മൈനസ്. അതിന്റെ എക്സിന്റെ അളവ് കൂടുകയാണ്, അത് പോസിറ്റീവ് ആണ്. അപ്പം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. The vertical axis change in vertical distance divided by change in horizontal distance. ഇതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇക്വേഷൻ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മൈനസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. നോർമലി നമ്മൾ ഈ നെഗറ്റീവ് സൈൻ normally we are not included, we do not express marginal rate of substitution in negative using negative signs. അത് ജസ്റ്റ് നമ്മളൊരു ആ കാൽക്കുലേഷൻ ഇതിന് മാത്രമേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നോർമലി നെഗറ്റീവ് മൈനസ് ആയിട്ട് നമ്മൾ പറയുന്നത്, അവർ യൂസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇൻഡിഫറൻസ് കർവ്. ഇങ്ങനെ ഒരു എക്സിന്റെ കൺസംഷൻ കൂടുകയും വൈയുടെ കൺസംഷൻ കുറയുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഒരേ യൂട്ടിലിറ്റി കിട്ടുന്നത്? ബിക്കോസ് an increase in utility through the increased consumption of commodity X is always compensated by, is always a decrease in the total utility due to a decline in the or decrease in the consumption of a fall in the consumption of commodity Y is always compensated by an increase in the utility due to an increased consumption of the commodity X. വൈ എക്സിന്റെ കൺസംഷൻ കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ വൈയുടെ കൺസംഷൻ കുറയ്ക്കും എന്ന് നമ്മൾ പറയും. വൈയുടെ കൺസംഷൻ കുറയ്ക്കുമ്പോൾ അതിൽ നിന്നും കിട്ടാമായിരുന്ന യൂട്ടിലിറ്റി നമുക്ക് നഷ്ടപ്പെടും. ആ യൂട്ടിലിറ്റി നഷ്ടം നമ്മൾ എക്സിന്റെ കൺസംഷൻ കൂട്ടുന്നതിലൂടെ നമുക്ക് ആ യൂട്ടിലിറ്റി കൂടുതലായിട്ട് കിട്ടും. അപ്പൊ അതിലൂടെ നമുക്ക് ഈ പറയുന്ന നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി സെയിം ആയിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് എന്താണ് യൂട്ടിലിറ്റി എപ്പോഴും ഒരു ഈക്വൽ ആയിട്ട് നിലനിർത്താനായിട്ട് പറ്റും. അതുകൊണ്ട് ഇൻഡിഫറൻസ് കർവിൽ സെയിം യൂട്ടിലിറ്റി വരുന്നു. That means an increase in utility due to consumption of commodity X, that is marginal utility from consumption of X, is just equal to a decrease in utility due to reduction in the consumption of Y, that is marginal utility of Y. Marginal utility of Y യുടെ marginal utility ഉണ്ടായിരുന്ന കുറഞ്ഞ marginal utility Xന്റെ കൂടിയ marginal utility സെയിം ആണ്. അതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. കൂടുതൽ എക്സ് കൺസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ യൂട്ടിലിറ്റിയും
അതേപോലെ y വേണ്ടെന്ന് വെച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട യൂട്ടിലിറ്റി അത് നെഗറ്റീവ് സൈൻ കൊണ്ട് കാണിച്ചു. അത് രണ്ടും സെയിം ആണ്. സോ വി ക്യാൻ സേ mux by mu by marginal utility of x divided by marginal utility of y is equal to minus delta y by delta x, that is equal to marginal rate of substitution between two commodities x and y. അങ്ങനെ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിമിനിഷൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു എക്സാമ്പിൾ വെച്ച് ഒരു ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാം, കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകും. സപ്പോസ് ടു കമ്മോഡിറ്റീസ് എക്സ് ആൻഡ് വൈ, അതിന്റെ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫറൻസ് കർവ്, ഈ പറയുന്ന രണ്ട് കമ്മോഡിറ്റിയുടെ പല കോമ്പിനേഷൻസ്. ആദ്യത്തെ കോമ്പിനേഷൻ എ, അവിടെ 15 യൂണിറ്റ് വൈയും 1 യൂണിറ്റ് എക്സും ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് എന്താണ്, കൺസ്യൂമർ എക്സിന്റെ അളവ് കൂട്ടാൻ തീരുമാനിച്ചു. അപ്പൊ എക്സിന്റെ 1 യൂണിറ്റ് അളവ് കൂട്ടുന്നതിന് വേണ്ടി 4 യൂണിറ്റ് വൈ ആണ് വേണ്ടെന്ന് വെച്ചത്. കണ്ടോ, ഇവിടെ 4 യൂണിറ്റ്, 15 യൂണിറ്റ് വൈ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നതാണ്. എക്സിന്റെ 1 യൂണിറ്റ് വർധനവ് വരുത്തുന്നതിന് വേണ്ടി 4 യൂണിറ്റ് വൈ വേണ്ടെന്ന് വെച്ചു. അപ്പൊ നമ്മുടെ ആ ഡെഫിനേഷൻ വെച്ച്, ഇക്വേഷൻ വെച്ച് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? മൈനസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ മൈനസ് സൈൻ നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 4 ബൈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത് 1. അപ്പം 4 ബൈ 1 ഈസ് ഈക്വൽ ടു 4. ഇവിടെ 4 ആണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്നിട്ടിപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഓക്കെ, മൈനസ്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ ഈക്വൽ ടു, ഈ ഒരു കേസിൽ ഇവിടെ 15 നിന്നും 11 ആയിട്ട് കുറച്ചു. ഡെൽറ്റ വൈ എത്രയാണ് പറഞ്ഞത്? 4. ഓക്കെ, ഇവിടെ 4 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അതേപോലെ തന്നെ സി എന്ന കോമ്പിനേഷനിലേക്ക് പോയപ്പോൾ 1 യൂണിറ്റ് എക്സിന്റെ കൺസംഷൻ കൂടി കൂട്ടാനായിട്ട് പോയപ്പോൾ എത്ര വൈ ആണ് വേണ്ടെന്ന് വെച്ചത്? 3 വൈ വേണ്ടെന്ന് വെച്ചു. അവിടെ എക്സിന്റെ 1 യൂണിറ്റ് കൂടുന്നു. അപ്പൊ അവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്ര? 3 ബൈ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. വീണ്ടും 1 യൂണിറ്റ് എക്സിന്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടി എത്ര യൂണിറ്റ് വൈ വേണ്ടെന്ന് വെച്ചു? 2 വൈ വേണ്ടെന്ന് വെച്ചു. അവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? 2 ബൈ 1. വീണ്ടും 1 യൂണിറ്റ് കൂടി എക്സിന്റെ കൂട്ടുന്നതിന് വേണ്ടി എന്താണ്? 1 യൂണിറ്റ് വൈ വേണ്ടെന്ന് വെച്ചു. അവിടെ എന്താണ് ചെയ്തത്? അവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? 1 ബൈ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ്. അതാണ് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ്. അതിനെയാണ് നമ്മൾ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. And it is because of the diminishing marginal rate of substitution, indifference curves are negatively sloped and convex to the origin. Okay. Then next, ഇതാണ് നമ്മൾ ആ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ വേണ്ടെന്ന് വെക്കപ്പെടുന്ന ഡെൽറ്റ വൈയുടെ അളവ് കുറഞ്ഞു വരുവാണ്. കണ്ടോ, ആദ്യം ഇത്രയും പോർഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അതിലും കുറവായി, അത് കഴിഞ്ഞ് അതിലും കുറഞ്ഞു, അത് കഴിഞ്ഞ് അതിലും കുറഞ്ഞു. അപ്പൊ ആ വേണ്ടെന്ന് വെക്കപ്പെടുന്ന വൈയുടെ അളവ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺവെക്സിറ്റി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ വരച്ച് നോക്കിയോ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കുറച്ചുകൂടി. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇങ്ങനെ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ ആണ് വരച്ചെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഇത് നമുക്ക് പറ്റില്ല. നമ്മൾ ആ ഒരു ഈക്വൽ ചേഞ്ച് തന്നെയായിരിക്കും നോർമലി നമുക്ക് വരിക. അതിൻ്റെ അകത്ത് വലിയ ഒരു ഡിക്രീസ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, കോൺവെക്സിറ്റി ആണ് നമുക്ക് ഈസി ആയിട്ട് അത് കാണിക്കാനായിട്ട് പറ്റും. Then next, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ നമ്മൾ പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അണ്ടർ ഓർഡിനറി യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കൺസ്ട്രെയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു ലിമിറ്റേഷൻ, നമ്മൾ
നമ്മൾ ആദ്യത്തെ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കൈവശം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് നമുക്ക് ഉപയോഗിച്ച് വേണം നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൺസ്യൂമേഴ്സ് ചോയ്സ് ഓഫ് കൺസംഷൻ ഓഫ് കമ്മോഡിറ്റീസ് ആർ ലിമിറ്റഡ് ബൈ 2 ഫാക്ടേഴ്സ്: ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് പ്രൈസ് ഓഫ് ദ കൺസ്യൂമർ. രണ്ട് ലിമിറ്റിംഗ് ഫാക്ടറാണ് നമ്മുടെ കൺസംഷനെ: കമ്മോഡിറ്റിയുടെ പ്രൈസും കമ്മോഡിറ്റിയുടെ ഒരു കൺസ്യൂമറിന്റെ ഇൻകവും. നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് amount what we spend on commodities should not be greater than cannot be greater than our income. നമ്മുടെ ഈ വരുമാനത്തിന് കയ്യിലുള്ള ഇങ്ങത്തെ കഴിഞ്ഞ് ഒരിക്കലും നമ്മുടെ കൺസംഷൻ പോവില്ല. അതിനുള്ളിലായിരിക്കും നമ്മുടെ പണത്തിന്റെ അവൈലബിലിറ്റിക്ക് ഉള്ളിലായിരിക്കും നമ്മുടെ കൺസംഷൻ. അപ്പൊ അപ്പൊ നമ്മുടെ കൺസംഷൻ നമ്മുടെ ഇൻകത്തെയും ഡിപ്പെൻഡഡ് ആണ്, പ്രൈസിനെയും ഡിപ്പെൻഡഡ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മളൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ആ കൺസ്ട്രെയിന്റിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു കൺസ്ട്രെയിന്റ് ഇവിടെ എം എന്ന് പറയുന്നത് ടോട്ടൽ മണി സപ്ലൈ ആണ്. P1 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എക്സ്, X1 എന്ന് പറയുന്നത് കമ്മോഡിറ്റി എക്സ്, ദെൻ P2 എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി X2, X2 എന്ന് പറയുന്നത് കമ്മോഡിറ്റി എക്സ്, ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി X2 കൺസ്യൂംഡ്. ഓക്കെ, should be less than or equal to total money. അപ്പം amount of money that we spend on commodity X1 and amount of money that we spend on commodity X2 should be equal to or should be less than total amount of money available in our hand. അതാണ് നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. It should not go beyond that. Okay. ഇനി ബഡ്ജറ്റ് ലൈൻ, അതിന്റെ ബേസിസിലാണ് നമ്മളൊരു ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ലൈൻ കാണിക്കുന്നത് it shows various combinations of two commodities that can be purchased with given income. നിലവിലുള്ള ഇൻകം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന കമ്മോഡിറ്റിയുടെ പല കോമ്പിനേഷൻസ്. ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും രണ്ടും മാറിപ്പോയില്ല. ഡിഫറൻസ് കർവും രണ്ട് കോമ്പിനേഷൻസ് ആണ് കമ്മോഡിറ്റിയുടെ. അത് സാറ്റിസ്ഫാക്ഷൻ ആണ് തന്നെ. ഇത് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ് ക്യാൻ ബി പർച്ചേസ്ഡ് വിത്ത് ദ ഗിവൺ റിസോഴ്സ്. നമ്മുടെ കൈവശമുള്ള ഇൻകം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ട് കമ്മോഡിറ്റിയുടെ പല കോമ്പിനേഷൻസ്, അതിനെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് ലൈൻ. As we have seen in the case of budget constraint, our budget line is limited by the shape or the budget or the purchasing capacity limited by two factors: income and price. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻസ് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് ലൈൻ ഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. സപ്പോസ് അതിന് മുമ്പ് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കൈവശം ഒരു 1000 രൂപയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ രണ്ട് കമ്മോഡിറ്റിയാണ് നമുക്കുള്ളത്, എക്സ് ആൻഡ് വൈ. സപ്പോസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എക്സ് ഈസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വൈ ഈസ് ₹50 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് വൈക്ക് 50 രൂപയാണ്. നമ്മുടെ കൈവശം 1000 രൂപയാണ് സ്പെൻഡ് ചെയ്യാനുള്ളൂ. ഒരു യൂണിറ്റ് വൈയുടെ വില 50 രൂപ. അതേപോലെ ഒരു യൂണിറ്റ് എക്സിന്റെ വില 10 രൂപയും. ഒരു യൂണിറ്റ് എക്സിന്റെ വില 100 രൂപയും ഒരു യൂണിറ്റ് വൈയുടെ വില 50 രൂപയും. നമ്മുടെ കൈവശമുള്ള 1000 രൂപയും നമ്മുടെ എക്സിന്റെ കൺസംഷനായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ we can purchase maximum of 10 units of X. 1000 divided by 100, that is equal to 10. അപ്പം 1000 രൂപ ഉപയോഗിച്ച് 100 രൂപയുള്ള 10 യൂണിറ്റ് എക്സ് ആണ് നമുക്ക് ഒന്നുകിൽ കൺസ്യൂം ചെയ്യാം. ഇനി ഫുൾ എമൗണ്ട് വൈ ആണ് കൺസ്യൂം ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ് വൈ കൺസ്യൂം ചെയ്യാൻ പറ്റും? 20 യൂണിറ്റ്സ് വൈ കൺസ്യൂം ചെയ്യാൻ പറ്റും. 1000 ഡിവൈഡഡ് ബൈ 50 is equal to 20. അപ്പൊ 20 യൂണിറ്റ് വൈ നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. ഒരു യൂണിറ്റ് വൈക്ക് 50 രൂപയാണ് വില. 50 രൂപ വെച്ച് നമുക്ക് 1000 രൂപ കൊണ്ട് 20 യൂണിറ്റ് ആണ് നമുക്ക് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. Px into x. Px is the price of x into x, quantity of x. Py is the price of y into quantity of y is equal to 100. അപ്പം 1000 രൂപ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് 0x ഉം
ഫുൾ വൈ വാങ്ങാം, അല്ലെങ്കിൽ 0 വൈയും ഫുൾ എക്സും വാങ്ങാം. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻസ് വാങ്ങാം. അപ്പൊ അതാണ് നമുക്കുള്ള ചോയ്സ്. അപ്പം ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഒരു ബഡ്ജറ്റ് ലൈനാണ്. ബഡ്ജറ്റ് എ ബി എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ലൈൻ. എ ബി അല്ല, ബി എൽ എന്ന് പറഞ്ഞാണ് നമ്മുടെ ബഡ്ജറ്റ്, ഈ ഒരു ലൈൻ. ഓക്കെ, ബഡ്ജറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈൻ കാണിക്കുന്നതാണ് വൈയുടെയും എക്സിന്റെയും രണ്ട് കോമ്പിനേഷൻസ്. എക്സ് ആക്സിലും വൈ ആക്സിലുമാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും പല കോമ്പിനേഷൻസ് ആണ്. നമ്മുടെ ഈ 1000 രൂപ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന എക്സിന്റെയും വൈയുടെയും പല കോമ്പിനേഷൻസ് ആണ് ഈ ബഡ്ജറ്റ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ്. സപ്പോസ് നമ്മൾ എക്സ് ഒന്നും വാങ്ങുന്നില്ല, എക്സ് 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ 1000 രൂപയും നമ്മൾ വൈയിൽ സ്പെൻഡ് ചെയ്താൽ നമുക്ക് 20 യൂണിറ്റ്സ് വൈ വാങ്ങാം. ഇനി നമുക്ക് വൈ 0 ആണ്, വൈ ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഫുൾ എമൗണ്ട് എക്സിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് എത്ര യൂണിറ്റ് വാങ്ങാൻ പറ്റും? 10 യൂണിറ്റ് എക്സ് വാങ്ങാൻ പറ്റും. അപ്പം ആ ഒരു അങ്ങനെ നമുക്ക് അതിനെ രണ്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ബഡ്ജറ്റ് ലൈൻ നമുക്ക് കിട്ടും. ഈ രണ്ട് പോയിന്റ്സ് കണക്ട് ചെയ്യും. എ ബി എന്നൊക്കെ പറഞ്ഞതാണ് അത് ബഡ്ജറ്റ്. ഈ പല ചോയ്സ് ആണ്, കോമ്പിനേഷൻസ് ആണ് കമ്മ്യൂണിറ്റി എക്സിന്റെ. ഇനി ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ ഒ ബി എന്നുള്ളത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഒ എൽ എന്നുള്ളത്. മനസ്സിലായി? അതാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഒ എൽ എന്നുള്ളതാണ്. ഇനി മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ക്യാൻ ബി മെഷർഡ് ബൈ, ഇവിടെ എന്താണ് 20 യൂണിറ്റ്സ് എങ്ങനെയാണ് കിട്ടിയത് നമുക്ക്? 20 എന്ന് പറയുന്നത് എം ഡിവൈഡഡ് ബൈ പി എക്സ്, പ്രൈസ് ഓഫ് പി വൈ ഓർ പ്രൈസ് എം ഡിവൈഡഡ് ബൈ പി. വൈയുടെ കേസിൽ 1000 ഡിവൈഡഡ് ബൈ 50 ഈസ് ഈക്വൽ ടു 20. ഇതാണ് നമുക്ക് വൈയുടെ ഇത്ര യൂണിറ്റ്സ് ആണ് വൈ. ഇനി എക്സിന്റെ വരുമ്പോഴത്തേനും അത് 10 ആവും. അപ്പം 20/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 20/10. അതാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2. അതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ഓഫൻ എക്സ്പ്രസ്ഡ് ആസ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? എം ബൈ പി വൈ ഡിവൈഡഡ് ബൈ എം ബൈ പി എക്സ്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് y divided by quantity of x is equal to px by py. നമ്മൾ px എന്ന് പറയുമ്പോൾ എത്രയാണ്? പ്രൈസ് ഓഫ് x എത്രയാണ്? പ്രൈസ് ഓഫ് x 100, പ്രൈസ് ഓഫ് y 50 is equal to 2. ഇനി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഇന്റർസെപ്റ്റ് എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 10 is equal to 2. കണ്ടോ? അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയാൻ നമുക്ക് പറയാം എം ബൈ പി വൈ ഓർ എം ബൈ പി എക്സ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അല്ലെങ്കിൽ പ്രൈസ് റേഷ്യോ പി എക്സ് ബൈ പി വൈ. പ്രൈസ് റേഷ്യോ ആണ് ഇതിന്റെ ഈ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്നാണ്. ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം മൾട്ടിപ്പിൾ ചോയ്സിൽ. അപ്പൊ അത് പ്രൈസ് റേഷ്യോ ആണ്. ഓക്കെ, ഇനി ഇഫ് the slope of the budget line is equal to 1 ഒന്നാണെങ്കിൽ price of both the commodity x and y will be same. അപ്പോൾ എക്സിന്റെ വിലയും 50, വൈയുടെ വിലയും 50 ആണെങ്കിൽ എന്തായിരിക്കും? സ്ലോപ്പ് 1 ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. സ്ലോപ്പ് 1 ആണെങ്കിൽ എക്സിന്റെയും വൈയുടെയും വില സെയിം ആണ്. ഇനി സ്ലോപ്പ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ വൈയുടെ വില എക്സിന്റെ വില കൂടുതലും വൈയുടെ വില കുറവും. സ്ലോപ്പ് ഇസ് ലെസ് ദാൻ 1, എക്സിന്റെ വില കുറവും വൈയുടെ വില കൂടുതലും. ഓക്കെ, അതാണ് ഇത് പറയുന്നത്. ഇനി ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്, ഇൻകം ചേഞ്ച് ഇൻ പ്രൈസ് ഓൺ ബഡ്ജറ്റ് ലൈൻ. ഇൻകം ആൻഡ് പ്രൈസ് ഓൺ ബഡ്ജറ്റ് ലൈൻ. പ്രൈസും ഇൻകവും പ്രൈസും മാറുന്നതനുസരിച്ച് ബഡ്ജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന വ്യത്യാസം പറയും.
ചേഞ്ച് ഇൻ ബഡ്ജറ്റ് ലൈൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. അത് ആദ്യം നോക്കാം. ഇനി നമ്മുടെ ഇൻകം വർദ്ധിച്ചു കഴിഞ്ഞാൽ നോർമലി ബഡ്ജറ്റ് ലൈൻ വിൽ ഷിഫ്റ്റ് റൈറ്റ് വേർഡ് ഡയറക്ഷനിൽ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. ഇനി ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ബഡ്ജറ്റ് ലൈൻ ഒറിജിനിലേക്ക് ഷിഫ്റ്റ് ടുവേഴ്സ് ഒറിജിൻ. And normally there is a parallel shift in the budget line due to change in income. Only rightward shift ചെയ്യും, leftward shift ചെയ്യും, അല്ലെങ്കിൽ upward shift ചെയ്യും, towards origin shift ചെയ്യും. ഇങ്ങോട്ട് മാറിയാൽ അത് ഇൻകം കൂടും, ഇങ്ങോട്ട് ഇൻകം കുറയുന്ന ഒറിജിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ചേഞ്ച് ഇൻ ബഡ്ജറ്റ് ലൈൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ബഡ്ജറ്റ് ലൈൻ there may be parallel shift or maybe right angled or left angled shift. Okay, suppose the price of both the commodities decrease in same ratio. ഒരേ നിരക്കിൽ ഇപ്പം 50 എക്സിന്റെ വില 100-ൽ നിന്നും 50 ആയിട്ട് കുറഞ്ഞു, പകുതി കണ്ടു കുറഞ്ഞു. വൈയുടെ വില 50-ൽ നിന്നും 25 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്താണ്? നമ്മുടെ സ്ലോപ്പ് 2 ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം ഒരേ നിരക്കിലാണ് എക്സും വൈയിലെയും വിലയിൽ ഉണ്ടാകുന്ന മാറ്റമെങ്കിൽ there will be parallel shift either towards right or towards left. A decrease in price leads to rightward shift in budget line. An increase in price leads to leftward shift in budget line. അല്ലെങ്കിൽ budget line ഒറിജിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് കുറച്ചേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം കുറച്ച് ഇത് ലെഫ്റ്റ്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. Suppose the price of X decreases. X decrease ചെയ്യുമ്പോൾ എന്താണ്? കൂടുതൽ X നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ there will be right angled shift in budget line. ഈ ഒരു ഷിഫ്റ്റ് വരുന്നത് കണ്ടോ? ഇതിൽ നിന്ന് ഇങ്ങോട്ട് എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. അതൊരു റൈറ്റ് ആംഗിൾ ആണ്. ഈ പ്രൈസ് ഓഫ് എക്സ് വൈ ആണ് കുറയുന്നതെങ്കിൽ എന്താണ്? കൂടുതൽ വൈ വാങ്ങാൻ പറ്റും. അതിന്റെ ഫലമായി ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ബിയിലേക്ക് ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ കൺസ്യൂമർ യൂട്ടിലിറ്റി മാക്സിമം ആകുന്ന ഒരു പോയിന്റ് ഉണ്ട്. all the consumers aim at maximizing their satisfaction. The consumer's utility will be maximized at the point. എവിടെയായിരിക്കും യൂട്ടിലിറ്റി മാക്സിമം ആവുന്നത്? at the point where the budget line is tangent to indifference curve. അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തുന്നത് the highest possible indifference curve is tangent to budget line. അപ്പൊ ആ ഒരു പോയിന്റിലാണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഒരു കൺസ്യൂമർ അറ്റൈൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 3 ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. ഇൻഡിഫറൻസ് കർവ് IC1, IC2, IC3. IC3 is the highest indifference. IC2 is അതിന്റെ താഴെയുള്ള ഇൻഡിഫറൻസ്. IC1 is the lowest indifference. And AB is a budget line. Okay, നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ അതാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത്. നമുക്ക് ഈ പറയുന്ന C എന്ന് പറയുന്ന പോയിന്റ് ഒന്നും നമുക്ക് അല്ലെങ്കിൽ ഈ F എന്ന് പറയുന്ന പോയിന്റ് ഒന്നും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്രയും ഇത് നമുക്കില്ല. നമുക്ക് ഇവിടം വരെ ബഡ്ജറ്റ് ലൈൻ്റെ അവിടം വരെ നമുക്ക് പോകാൻ. So we can say consumer is in equilibrium at the point where the highest possible indifference curve is tangent to budget line. Budget line AB ആയിട്ട് ടാൻജന്റ് ആവുന്ന ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഏതാണ്? IC2 ആണ്. അറ്റ് ദ പോയിന്റ് E എന്ന പോയിന്റിൽ OY1 ക്വാണ്ടിറ്റി ഓഫ് വൈയും OX1 ക്വാണ്ടിറ്റി ഓഫ് എക്സും ആണ് കൺസ്യൂം ചെയ്യുന്നത്. ഇനി ഈ ഒരു FG എന്ന് പറയുന്ന പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയും ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈനുമായിട്ട് ടാൻജന്റ് ആണ് ടച്ച് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും അവിടെ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാകില്ല. കാരണം because both these points lies on lower indifference curve. കുറഞ്ഞ താഴെയുള്ള ഇൻഡിഫറൻസ് കർവിലാണ്. It shows lower level of satisfaction. നമ്മൾ എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ് ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് നമ്മൾ പോകും. അപ്പം E എന്ന് പറയുന്ന പോയിന്റ് ആണ് the highest indifference that can be tangent to budget line. അപ്പം ആ ഒരു പോയിന്റിലാണ് നമ്മുടെ
equilibrium condition. Consumer satisfaction same ആണ്. And at this point, the slope of the budget line is equal to slope of the indifference curve. So slope of the budget line എന്ന് പറഞ്ഞാൽ എന്താണ്? Px by Py. Slope of the budget line. Px by Py. That is equal to marginal rate of substitution. Marginal rate of substitution എന്ന് പറയുന്നതാണ് minus delta y by delta x, or it is equal to MUX divided by MUY. MUY, and that is equal to MRSXY. Okay, അത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഇക്വേഷൻ പറഞ്ഞത്. MRSXY is equal to MUX by MUY is equal to PX by PY. That is also equal to minus delta y by delta x. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. MRSXY is equal to MUX by MUY, PX by PY. MUX by MUY is the slope of the indifference curve. PX by PY is the slope of the budget line. And it is the equilibrium point is reached at the point where the highest possible indifference curve is tangent to the budget line. So this is a consumer's equilibrium under ordinal analysis. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓർഡിനൽ എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ്, അത് മെയിൻ ആയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത് ക്വിക്സലന്റെ ആണ്. ക്വിക്സല ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലൂടെ. ഇൻഡിഫറൻസ് കർവ് എന്താണ്? രണ്ട് കമ്മോഡിറ്റിയുടെ പല കോമ്പിനേഷൻസ്, അത് ഏത് കോമ്പിനേഷൻ ചൂസ് ചെയ്താലും ഒരേ സാറ്റിസ്ഫാക്ഷൻ. അതിന്റെ സ്ലോപ്പ് നിർണ്ണയിക്കാൻ എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിന്റെ സ്ലോപ്പ് എങ്ങനെയാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതേപോലെ എന്താണ്? ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ എന്താ കാണിക്കുന്നത്? രണ്ട് കമ്മോഡിറ്റിയുടെ പല കോമ്പിനേഷൻ ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് വിത്ത് ഗിവൺ ഇൻകം. അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ദ പർച്ചേസിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ ആണ് ഒരു കൺസ്യൂമറിന് കാണിക്കുന്നത്. ആൻഡ് കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം at the point where the highest possible difference curve is tangent to highest budget line. Budget line ന്റെ സ്ലോപ്പ് എന്താ കാണിക്കുന്നത്? പ്രൈസ് റേഷ്യോ. ഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്താണ് കാണിക്കുന്നത്? യൂട്ടിലിറ്റി റേഷ്യോ. ഇത് രണ്ടും സെയിം ആവുന്ന പോയിന്റിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തും. ഓക്കെ, താങ്ക് യു.